തോൽക്കാൻ മനസ്സിലാത്ത ഒരു ജനതയുടെ കഥ പറയുകയാണെങ്കിൽ അത് വിയറ്റ്നാമിന്റെ മാത്രം. ലോകശക്തികളായ ഫ്രാൻസിനെയും അമേരിക്കയെയും വിറപ്പിച്ച വിയറ്റ്നാം, ബോംബിട്ട് കരിഞ്ഞ മണ്ണിൽ പച്ചപ്പിന്റെയും പുരോഗതിയുടെയും അത്ഭുതം സൃഷ്ടിച്ച വിയറ്റ്നാം ഇന്ന് ഏഷ്യയിലെ സാമ്പത്തിക ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന വിയറ്റ്നാമിനെ കുറിച്ചാണ് തോട്ട്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയിലാണ് വിയറ്റ്നാം ഫ്രഞ്ച് അധിനിവേശ ശക്തികളുടെ കീഴിലാകുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട ചൂഷണങ്ങൾക്കൊടുവിൽ ഹോച്ചിമിൻ എന്ന വിപ്ലവകാരിയുടെ നേതൃത്വത്തിൽ വിയറ്റ്നാം ഉണർന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1945 അദ്ദേഹം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചെങ്കിലും ഫ്രഞ്ച് വിട്ടു നൽകാൻ കൂട്ടാക്കിയില്ല. 1954 വിഖ്യാതമായ ദിയാൻ ബിയാൻ ഫു യുദ്ധത്തിലാണ് വിയറ്റ്നാം ഫ്രഞ്ചിനെ കീഴടക്കിയത്. ഇതൊരു പോരാട്ടത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. ശീതയുദ്ധത്തിന്റെ ഭാഗമായി വിയറ്റ്നാം വടക്ക് തെക്ക് എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന വടക്കൻ വിയറ്റ്നാമിനെ തകർക്കാൻ ലോകശക്തിയായ അമേരിക്ക നേരിട്ട് തന്നെ യുദ്ധത്തിനിറങ്ങി. വിയറ്റ്നാം പതറിയില്ല. ഏറ്റവും നീളമുള്ള ഭൂഗർഭ അറകൾ സൃഷ്ടിച്ചും ഒളിപ്പോരാട്ടങ്ങളിലൂടെയും വിയറ്റ്നാം പിടിച്ചു നിന്നു. ലോക സൈനിക ശക്തിയായ അമേരിക്ക ലക്ഷക്കണക്കിന് ടൺ ബോംബുകളാണ് വിയറ്റ്നാമിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് തള്ളിയത്. ഏജന്റ് ഓറഞ്ച് പോലെയുള്ള വലിയ രാസവസ്തുക്കൾ കൊണ്ടുവന്ന് വിയറ്റ്നാമിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് തളിച്ചു. എങ്കിലും വിയറ്റ്നാം പതറിയില്ല. സ്വന്തം മണ്ണിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അവർ വിജയിക്കുക തന്നെ ചെയ്തു. ഒടുവിൽ 1975 അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറി. സൈഗോൺ നഗരത്തിന്റെ തകർച്ചയോടുകൂടി വിയറ്റ്നാം ഒന്നായി മാറി. യുദ്ധം അവസാനിച്ചപ്പോൾ വിയറ്റ്നാം ഒരു ശ്മശാന ഭൂമിയായി മാറി. ദാരിദ്ര്യവും പട്ടിണിയും ഉപരോധങ്ങളും അവരെ തളർത്തി. ലക്ഷക്കണക്കിന് ടൺ ബോംബ് വീണ് കരിഞ്ഞ മണ്ണ്, ഏജന്റ് ഓറഞ്ച് പോലെയുള്ള രാസവസ്തു വീണ മണ്ണ്. എങ്കിലും അവർ തളരാതെ മുന്നോട്ട് പോയി. ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന 1986 ദോയി മോയി പരിഷ്കാരങ്ങൾ അവരെ സാമ്പത്തികമായി മുന്നോട്ട് നയിച്ചു. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിനൊപ്പം വിപണി അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയും അവർ സ്വീകരിച്ചു. ലോകത്തിനു മുന്നിൽ വിയറ്റ്നാമിന്റെ വാതിലുകൾ തുറന്നിട്ടു. കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഇന്ന് കാപ്പി കയറ്റുമതിയിൽ ലോകത്തെ രണ്ടാമത്തെ രാജ്യവും അരി കയറ്റുമതിയിൽ മുൻനിരയിലുമാണ് വിയറ്റ്നാം. അമേരിക്കൻ പട്ടാളം വിയറ്റ്നാമിൽ നിന്ന് തോറ്റു പിന്മാറിപ്പോയപ്പോൾ ലോകം ഒരിക്കലും വിചാരിച്ചില്ല വിയറ്റ്നാം ഉയർത്തെണീക്കുമെന്ന്. എന്നാൽ ചാരത്തിൽ നിന്ന് ഉയർത്തെണീറ്റ ഫീനിക്സ് പക്ഷിയെ പോലെ വിയറ്റ്നാം ഉയർത്തെണീറ്റു. കഠിനാധ്വാനത്തിന്റെയും ധീരമായ മുന്നേറ്റത്തിന്റെയും ഭാഗമായാണ് വിയറ്റ്നാമിന് ഇത് സാധ്യമായത്. വിയറ്റ്നാം ലോകത്തിനു മുന്നിൽ ഇന്നൊരു മാനുഫാക്ചറിംഗ് ഹബ്ബാണ്. സാംസങ്, ആപ്പിൾ പോലെയുള്ള മുൻനിര കമ്പനികൾ അവരുടെ ഉൽപാദന കേന്ദ്രങ്ങൾ വിയറ്റ്നാമിൽ ആരംഭിച്ചു. സാങ്കേതിക വിദ്യയിൽ, ചിപ്പ് നിർമ്മാണങ്ങളിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ തന്നെ ലോകത്തിലെ ഒന്നാമതായി വിയറ്റ്നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ വിയറ്റ്നാം ലോകത്തിനു മുന്നിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. അമേരിക്കൻ പട്ടാളം വിയറ്റ്നാമിൽ നിന്ന് തോറ്റു പിന്മാറിപ്പോയപ്പോൾ ലോകം ഒരിക്കലും വിചാരിച്ചില്ല വിയറ്റ്നാം ഉയർത്തെണീക്കുമെന്ന്. എന്നാൽ ചാരത്തിൽ നിന്ന് ഉയർത്തെണീറ്റ ഫീനിക്സ് പക്ഷിയെ പോലെ വിയറ്റ്നാം ഉയർത്തെണീറ്റു. കഠിനാധ്വാനത്തിന്റെയും ധീരമായ മുന്നേറ്റത്തിന്റെയും ഭാഗമായാണ് വിയറ്റ്നാമിന് ഇത് സാധ്യമായത്. വിയറ്റ്നാമിന്റെ വിപ്ലവ പോരാട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ തീർക്കാവുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ തോട്ട്സ് തുടർന്നുള്ള എപ്പിസോഡുകളിൽ വിയറ്റ്നാമിന്റെ വിപ്ലവ പോരാട്ടത്തെക്കുറിച്ച് വളരെ വിശദമായി വിവിധ എപ്പിസോഡുകളിലായി അവതരിപ്പിക്കുന്നു.